അയ്യ വണക്കം. അടുപ്പിച്ച് 3 കൊല്ലമായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസ് മോൻ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കൈകാര്യം ചെയ്ത് റോഡ് മുഴുവൻ ഗുണാക്കേവുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മായിയപ്പൻ തന്നെ കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടുന്ന കാഴ്ചയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസിന് കാണേണ്ടി വന്നത്. എങ്ങനെയെങ്കിലും ഒരു 3 വർഷം തട്ടിയും തടവിയും യാതൊരുവിധ കുഴപ്പമില്ലാതെ PR വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ പാവപ്പെട്ട യുവാവ് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് ഡിം എന്ന് പറഞ്ഞ് താഴെ ഇട്ട് കളഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം ഇതൊക്കെ ആഘോഷിക്കുകയായിരുന്നു. സംഭവം വേറൊന്നുമല്ല, കുന്നംകുളം മുതൽ കേച്ചേരി വരെയുള്ള സംസ്ഥാന പാത, ഈ സംസ്ഥാന പാത വഴിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. പിന്നെ നമുക്കറിയാലോ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ യായാവാണ്. വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ റോഡൊക്കെ നല്ല കണ്ണാടി പോലെ ഇരിക്കണം. റോഡ് കണ്ണാടി പോലെ ഇരുന്നാൽ മാത്രം പോരാ, റോഡിൽ ഒരു ആംബുലൻസ് വന്ന് നിന്നാൽ പോലും അതിലുള്ള ആള് വലിച്ചു കടന്നാൽ പോലും ഞാൻ പോയാൽ മതി. കാരണം ഇത് രാജഭരണ കാലമാണല്ലോ, അതുകൊണ്ട് ഞാൻ പോയി ഒരു ശയനപ്രദക്ഷിണവും കഴിഞ്ഞ് 2 വെടിയും വെച്ചിട്ട് നാട്ടുകാർ പോയാൽ മതി എന്നുള്ള ഒരു ലൈനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കുന്നംകുളത്ത് നിന്ന് കേച്ചേരി വരെ പോകണം. തൃശ്ശൂരിൽ നിന്ന് രാമനിലയത്തിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനാണ് കുന്നംകുളം കേച്ചേരി റോഡ്, അതായത് സംസ്ഥാന പാത, നോട്ട് ദ പോയിന്റ്. എന്താണ് സംസ്ഥാന പാത ഇത് തിരഞ്ഞെടുത്തത്? പക്ഷെ കുന്നംകുളം മുതൽ കേച്ചേരി വരെ പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നടുവിന്റെ ഡിസ്ക് അടിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ആ വഴി പോകണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ വടക്കാഞ്ചേരി വഴി ചുറ്റിപ്പോവാം, അതാകുമ്പോൾ നല്ല റോഡാണ്. അങ്ങനെ വടക്കാഞ്ചേരി വഴി ചുറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴി കുറവായിരിക്കും. കുന്നംകുളം മുതൽ കേച്ചേരി വഴിയുള്ള റോഡ് നമുക്ക് പോയി കഴിഞ്ഞാൽ നടുവിൻ്റെ ഡിസ്ക് അടിച്ച് പോകും എന്നുള്ളത് മാത്രമല്ല, ഇല്ലാത്ത അസുഖങ്ങൾ പലതും വരും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാണും. അങ്ങനെയാണ് 24 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ട ആ യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുറ്റി വളഞ്ഞ്, പണ്ടേ വളഞ്ഞ് മുക്കി പിടിക്കുന്ന സ്വഭാവമാണല്ലോ, ചുറ്റി വളഞ്ഞ് 24 എന്നുള്ളതിന് പകരം 40 കിലോമീറ്റർ ആക്കി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റിയത്. ഇത് കണ്ട നമ്മൾ മാപ്രകളെല്ലാം കൂടെ ഈ കുന്നംകുളം കേച്ചേരി ആ റോഡിന് എന്തൊരു കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കുഴി എണ്ണാൻ പോയിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടുത്തെ കുഴി എണ്ണുന്നതിലും ഭേദം ആകാശത്തെ നക്ഷത്രം എത്തിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞതായിട്ടാണ് ഒരു കരക്കമ്പി ഉള്ളത്. എന്ത് തന്നെയായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ചെയ്തി സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ മുഹമ്മദ് റിയാസിന് നേരെയുള്ള അമ്പുകളായി ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും പണ്ടേ എയറിലാണ്, ഇനി പ്രത്യേകിച്ച് എയറിലാവാതൊന്നുമില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൽഗുണൻ, സമ്പന്നൻ, സുസ്മേര വദനൻ, അതാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത്. സർവോപരി മാന്യൻ. അദ്ദേഹത്തിന്റെ പഴയ ഭാര്യ ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇതുപോലൊരു നല്ല സൽഗുണ സമ്പന്നനായിട്ടുള്ള സ്ത്രീകളെ അത്യധികം ബഹുമാനത്തോടെ കാണുന്ന വേറൊരാളില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മുടെ മുഹമ്മദ് റിയാസ് ആദ്യം പൊതുമരാമത്ത് മന്ത്രിയായിട്ട് കയറി വന്നപ്പോൾ ഒരു വാഗ്ദാനം നടത്തി. അതായത് ആദ്യമായിട്ട് വരികയാണല്ലോ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് നടത്തിയ വാഗ്ദാനം എന്ന് പറയുന്നത്, മുഹമ്മദ് റിയാസ് നല്ല PR കൊടുത്ത് തള്ളി കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ PR-കാരിമാരൊക്കെ പറയുന്നത് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ഇങ്ങേരും കൂടെ വിചാരിക്കണ്ടേ എന്നാണ് PR-കാർ പറയുന്നത്. ഞങ്ങൾ മാക്സിമം തള്ളി കയറ്റുന്നുണ്ട്, പക്ഷേ ഇങ്ങേര് വിചാരിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് തന്നെ പല PR-ഉം ചീറ്റി പൊട്ടി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ജി സുധാകരനാണ് ഇരിക്കുന്നത്. ജി സുധാകരനെ അവിടെ നിന്നും തട്ടിത്തോളി കയറ്റിയിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസിനെ ഷംസീറിന്റെ മുകളിൽ കൂടെ കൊണ്ടുവന്ന് പൊതുമരാമത്ത് വകുപ്പിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പോഴേ ജി സുധാകരൻ ഒന്ന് മുറുമുറുത്തു. ജി സുധാകരനെ തട്ടിത്തോളി കയറ്റിയത് എടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകനെ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, നിതിൻ ഗഡ്കരിയാണ്. കാരണം ഈ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ചുമ്മാ ഫണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. പോരാത്തതിന് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും കിടിലം മന്ത്രി എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിയാണ്. അല്ല, അങ്ങനെ ഒരു പേരുണ്ട്. കാരണം ഇങ്ങേരൊരു വികസന ഭ്രാന്തനാണ്. ഇങ്ങേർക്ക് എവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കണ്ടാലും അവിടെ ഉടനെ കിടുകാച്ചി റോഡുകളൊക്കെ പണിതു. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുതിരാൻ തുരങ്കം പണിതു, മാഹി ബൈപ്പാസ് പണിതു, അത് കഴിഞ്ഞ് പല 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 കാര്യങ്ങൾ പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ട് നമ്മുടെ ആ റോഡ് കാണണം. വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പോകുന്ന കഴക്കൂട്ടം ബൈപ്പാസ് ഉണ്ട്, അതിനിപ്പുറത്ത് വരുന്ന കരമന കളിക്കാനുള്ള റോഡുണ്ട്. അങ്ങനെയൊക്കെ പണിത് മരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എടുത്ത് നമ്മുടെ മരുമോന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, ഈ പണിയുന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഫ്ലക്സ് കമ്പനിക്കാർക്ക് എന്തായാലും പണിയാവും, കാരണം ഫ്ലക്സ് അടിച്ച് മീരിക്കും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനെ പൊതുമരാമത്ത് മന്ത്രിയായി അവരോധിതനാക്കുന്നു. ഹേ സ രുദ്രസ ഹേ സലഭദ്രല ഗുദ്രസ എന്ന് പറഞ്ഞ് അവരോധിതനാക്കുന്നു. അങ്ങനെ അവരോധിതനാക്കിയ ശേഷം ഒരു PR ടീമിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഗണേഷ് കുമാർ കിടുകാച്ചി PR ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിക്കുന്നില്ല. അപ്പൊ ഗണേഷ് കുമാർ എന്ത് ചെയ്തു, ഈ മരുമകന്റെ PR കണ്ടിട്ട് ഒരു കൊട്ട അങ്ങോട്ട് കൊടുത്തു. ജി സുധാകരൻ ഇരുന്നപ്പോൾ എല്ലാവരും കിടുക്കാച്ചിയായിട്ട് സുധാകരനെ നല്ലപോലെ പൂഴ്ത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരാളുണ്ട്, ഫ്ലക്സ് വയ്ക്കാൻ മാത്രമേ വരുന്നുള്ളൂ എന്നൊരു ഒളിയമ്പ് ഗണേഷ് കുമാർ ആ സമയത്ത്
എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒളിയമ്പൊക്കെ എറിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് സംഭവിക്കുന്നത്. ഞാൻ മന്ത്രിയാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ ഞാനാണെന്ന് കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് ഒരു ആപ്പ് ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നു. റോഡിലെ കുഴി എവിടെ കണ്ടാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ആപ്പിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീം അവിടെ ഓടിയെത്തും, കുഴി ചടപടേ നടക്കും, എന്നിട്ട് അവർ പൊക്കോളും എന്നാണ് മുഹമ്മദ് റിയാസിന്റെ ആപ്പിലുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്. ആ ആപ്പ് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊന്നും നോക്കിയിട്ട് ഇന്നലെയും കണ്ടില്ല, അന്നേ പറഞ്ഞതാണ്. പക്ഷേ അത് ഇവിടെ പോയോന്നാണ് നാട്ടുകാർ ഞാനടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ആപ്പ് എന്ന് യാതൊരു വിധ പിടിയില്ല. ഇനി ആ ആപ്പിൻ്റെ കാര്യം പോട്ടെ, അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സംസ്ഥാന പാത വിട്ടിട്ട് ദേശീയപാത പിടിക്കാം. ദേശീയപാതയിൽ നമുക്ക് ഈ നിതിൻ ഗഡ്കരി തരുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാഹി ബൈപ്പാസ് ഒക്കെ പണിതിരിക്കുന്ന ആ സമയത്ത്, പണിതോണ്ടിരിക്കുന്ന സമയത്തെ കാഞ്ഞ ബുദ്ധിയാണ്, പണിതോണ്ടിരിക്കുന്ന ആ സമയത്തെ ഈ രാവിലെ മന്ത്രിമാർ എണീച്ച് ഓടാൻ പോകുമല്ലോ, ആ ഓടാൻ പോകുന്ന നമ്മുടെ മുഹമ്മദ് റിയാസ് മാഹി ബൈപ്പാസിന്റെ മണ്ടയെ കൂടെ തലങ്ങും വിലങ്ങും ഓടിയിരിക്കാന്ന് വിചാരിച്ചു. ഓടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെ കാറ് പോകും. ആ കാറിനകത്തുനിന്ന് ക്യാമറയിൽ ആൾക്കാർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കും. 10 മാധ്യമ പ്രവർത്തകർ കാണും, അവരൊക്കെ ബൈക്ക് വെച്ച് ചെയ്യും. മന്ത്രി ഇങ്ങനെ വേച്ച് നടക്കും. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മളൊരു സ്വപ്നമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ബൈപ്പാസാണ്, വായിന്ന് പത വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മന്ത്രി അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് പൊക്കോണ്ടിരുന്ന അവസാനം നിതിൻ ഗഡ്കരി വന്നത് ഉദ്ഘാടനം ചെയ്തപ്പം എല്ലാ പൂച്ചും പുറത്തായി എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ വീണ്ടും പൊക്കോണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് റിയാസിനൊരു പൂതി വന്നത്. അതായത് കഴക്കൂട്ടം ബൈപ്പാസ് നമുക്ക് അങ്ങനെ എടുത്താലോ. കഴക്കൂട്ടം ബൈപ്പാസ് എന്ന് പറയുന്ന ആ സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഒരു സംഭവമായിരിക്കും, കുറച്ച് വെള്ളം ചേക്കാം എന്ന് പറഞ്ഞ് കഴക്കൂട്ടം ബൈപ്പാസ് എടുക്കാനായിട്ട് മുഹമ്മദ് റിയാസ് ഒരു ശ്രമം നടത്തി. അപ്പം കാണാം നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ, അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ ജയശങ്കർ അവിടെ പറന്നെത്തുന്നു. ജയശങ്കർ അവിടെ പറന്നെത്തി കഴക്കൂട്ടം ബൈപ്പാസിന്റെ മുകളിൽ ഇങ്ങനെ നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്ത് നേരെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ഇതാ കിടക്കുന്ന ഉപ്പുമുളക് എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിന്റെ സ്വപ്നങ്ങൾ അവിടെയും തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. സുഹൃത്തുക്കളെ, തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ അമ്മായിയപ്പനായ പിണറായി വിജയൻ സഹിച്ചില്ല. പിണറായി വിജയൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജയശങ്കറിനെതിരെ ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കി. വിദേശകാര്യമന്ത്രിയുടെ പണി എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകലാണ്. ടിം എന്നായിപ്പോയി വിദേശകാര്യമന്ത്രി. ഈ വിദേശത്തിരിക്കേണ്ട മന്ത്രി എന്തിന് കഴക്കൂട്ടം ബൈപ്പാസിന്റെ മുകളിൽ വന്ന് നിന്നു എന്നായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദാത്തമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രസ്താവന ഇറക്കി കഴിഞ്ഞ ശേഷം ഈ വലിയവർ തമ്മിലുള്ള അടിയാണല്ലോ, കൊച്ചു പിള്ളേർക്ക് എന്താണ് അവിടെ കാര്യം എന്ന് പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് വിചാരിച്ചു ഞാൻ കുട്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ജയശങ്കറിനെതിരെ ഞാനും ഒന്ന് ഏറ്റുപിടിച്ചേക്കാമെന്ന് പറഞ്ഞ് അമ്മായിയപ്പൻ്റെ വാലി പിടിച്ച് ജയശങ്കറിനെതിരെ ഒരു പ്രസ്താവന മുഹമ്മദ് റിയാസും അങ്ങോട്ട് ഇറക്കി. ജയശങ്കർ മിണ്ടിയില്ല, കാരണം ജയശങ്കറിന് ഇതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല. മലയാളത്തിൽ പ്രസ്താവന ഇറക്കിയാലും ജയശങ്കറിന് എങ്ങനെ അറിയാനാണ്? പിന്നെ ഇംഗ്ലീഷ് പറയാനാണെങ്കിൽ പിണറായി വിജയനെ അറിഞ്ഞുകൂടാ, പിന്നെ മുഹമ്മദ് റിയാസ് ഒട്ടും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ പ്രസ്താവന ഇറക്കി മുഹമ്മദ് റിയാസ്. ആദ്യം താങ്കൾ ദേശീയപാതയിലെ കുഴിയെണ്ണു, എന്നിട്ട് മതി ബൈപ്പാസിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള താങ്കളുടെ ഈ ഒരു വെകിളിത്തരം എന്നാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന രീതിയിലാണ്, ഇനി ഇതി പിടിച്ച് കയറണ്ട എന്ന രീതിയിലാണ് മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന ഇറക്കിയത് ആ സമയത്ത്. അപ്പോഴും ജയശങ്കർ ഒന്നും മിണ്ടിയില്ല. ജയശങ്കർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം സംശയമാണ്. പക്ഷേ വച്ച വടി സ്വന്തം ചന്തി തന്നെ കൊണ്ടു എന്ന് പറയുന്നത് പോലെ ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഏറ്റെടുത്തു. നമ്മുടെ മനോരമയാണ് ഏറ്റവും വലിയ കുരു എന്ന് പറയുന്നത്. മനോരമയാണെങ്കിൽ ഇത് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് മുഹമ്മദ് റിയാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മന്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും, കാരണം ദേശീയപാതയിൽ മൊത്തം കുഴിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ദേശീയപാതയിലെയും സംസ്ഥാന പാതയിലെയും കുഴികൾ എത്രയുണ്ടെന്നൊന്ന് താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞ് കൂടും കുടുക്കി എടുത്തുകൊണ്ട് ഇറങ്ങി കള്ളപ്പന്നി എന്നായിരിക്കും മുഹമ്മദ് റിയാസ് ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. മുഹമ്മദ് റിയാസ് ഇത് കണ്ട് ഞെട്ടി പൊട്ടിത്തെറിച്ചിട്ട് മുഹമ്മദ് റിയാസിനെ ഇവർ വിളിച്ചു. അതായത് മുഹമ്മദ് റിയാസിനെ മനോരമ ടീം വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമ്മളിങ്ങനെ സാറ് പറഞ്ഞ പ്രസ്താവനയൊക്കെ കിടലുമായിരുന്നു, സാർ ഒരു കാര്യം ചെയ്യൂ, സാറ് വന്ന് നമ്മുടെ ഷോയിലിരിക്കൂ. ഷോയിലിരിക്കുമ്പോൾ എവിടെയെല്ലാം കുഴികളുണ്ടോ അവിടെയെല്ലാം, അതായത് സംസ്ഥാന പാതയിൽ കുഴികളുണ്ടോ അവിടുത്തെ ആൾക്കാർ വിളിക്കുമല്ലോ. മനോരമ വിചാരിച്ചിരുന്നത് ആരും വിളിക്കൂല, കുഴി മൊത്തം ദേശീയപാതയിലാണെന്നാണ്. അങ്ങനെ നമ്മുടെ മുഹമ്മദ് റിയാസ് വന്നിരുന്നു. മന്ത്രിയോട് ചോദിക്കാം എന്ന് പറഞ്ഞ പഴയ EK നയനാർ സ്റ്റൈലിൽ മുഹമ്മദ് റിയാസ് വന്നിരുന്നു. പക്ഷേ കോള് വന്ന് അവസാനം ഫോണിൻ്റെ പുക വന്നു എന്നാണ് കേൾക്കാനായിട്ട് സാധിച്ചത്. അതിന് ഉയരുണ്ടെങ്കിൽ അത് വാ തുറന്ന് നിലവിളിച്ചേനെ എന്ന് കേൾക്കാനായിട്ട് സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനം ഫോൺ തന്നെ പറഞ്ഞു കാണും, സംസ്ഥാന പാതയിലെ കുഴി എണ്ണിത്തീക്കുന്നതിനെക്കാട്ടിലും മെച്ചം നമുക്കൊരു കാര്യം ചെയ്യാം, ആകാശത്ത് നക്ഷത്രം എണ്ണിത്തീക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് ഫോൺ തന്നെ അവസാനം പറഞ്ഞു കാണും. അങ്ങനത്തെ സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് ജയശങ്കറിന്റെ ചുമ്മാ ഒന്ന് ചൊറിയാൻ പോയതാണ്, അപ്പോഴും തേഞ്ഞൊട്ടി പണ്ടാരമണങ്ങി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം സൈഡിൽ കൂടെ PR വർക്ക് ചെയ്ത് നൈസായിട്ട് പോയാണ്. വലിയ തട്ടലും മുട്ടലും ഒന്നും ഇങ്ങനെ വരുന്നില്ല. അങ്ങനെ പിണറായി വിജയൻ വലിയ പ്രതാപിയായിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ 19 സീറ്റൊക്കെ ഒലിച്ചു പോയ സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഇടയിൽ പിണറായി വിജയൻ്റെ പാർട്ടി ഒന്ന് എടുത്തു. മുഹമ്മദ് റിയാസ് ഒന്ന് അണഞ്ഞു. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദത്തിലോട്ട് ആ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ അതിലോട്ട് കയറാൻ
പറയാനായിട്ട് കുപ്പായൊക്കെ തപ്പിച്ച് നിന്നതാണ്. പക്ഷേ ഇത് അതോടുകൂടി അടപടലം പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ ആപ്പടിച്ച് കയറ്റി കൊടുത്തത് എന്നുള്ളതും വലിയൊരു സംഭവമായി നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുകയാണ്. എന്താ ഉത്തമ, നമ്മുടെ മാധ്യമങ്ങളും ജനങ്ങളും നമ്മളോട് ഇങ്ങനെ, നമ്മളവർക്ക് എന്തെല്ലാം കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. അതാണ് മാധ്യമങ്ങളും ജനങ്ങളും നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ മാധ്യമങ്ങൾ പുലർത്തേണ്ട ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം മാധ്യമങ്ങൾ പുലർത്തിയില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നംകുളത്ത് നിന്നും കേച്ചേരിയിലേക്ക് പോകാനുള്ള റോഡ് വെട്ടിച്ച് വടക്കാഞ്ചേരി വരെ പോയതാണ് നിങ്ങൾ വാർത്തയാക്കിയത്. പക്ഷെ നിങ്ങൾ വാർത്തയാക്കേണ്ടത് അതൊന്നുമല്ലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് RSSനും BJPക്കും എതിരെ ആഞ്ഞടിച്ച ശേഷമാണ് അങ്ങോട്ട് പോയത്. ഇതായിരുന്നു വാർത്തയാക്കേണ്ടത്. BJP എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് ശത്രുവിന് നേരെ ആഞ്ഞടിച്ച ശേഷം അങ്ങോട്ടേക്ക് പോകുമ്പം ഒരു വരി വാർത്ത അത് കൊടുക്കാതെ റോഡിൻ്റെ വാർത്ത കൊടുക്കുന്നത് എന്തൊരു ദുരന്തമാണ് എന്നായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്തിച്ച് കാണുക. പിന്നെ അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ റോഡ് എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്നുള്ള തള്ളു കേട്ടാണല്ലോ മാധ്യമങ്ങൾ വളർന്നത്. കാരണം അങ്ങ് US നിന്ന് കുട്ടി വിളിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ, കേരളത്തിലുള്ള റോഡിൽ കൂടെ സഞ്ചരിച്ചു. അപ്പം കുട്ടി പറയുകയാണ്, ഓ കേരളത്തിലെ റോഡ് ന്യൂയോർക്ക് നിലവാരത്തിലുള്ള റോഡുകളായി മാറിയിരിക്കുന്നല്ലോ എന്നാണ് ആ കുട്ടി പറയുന്നത്. ന്യൂയോർക്ക് നിലവാരത്തിലുള്ള റോഡുകളായി മാറിയിരിക്കുന്ന ആ ഒരു റോഡിലൂടെയാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസ്കടിച്ച് പോകണ്ട എന്ന് പറഞ്ഞ് വഴി നേരെ തിരിച്ച് വടക്കാഞ്ചേരി വഴി വിട്ടത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായിരുന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടപ്പ് CPM കഴിഞ്ഞ ദിവസം തെറിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന സമിതി വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പാർട്ടി എഴുതി വിട്ടത്. എന്നിട്ട് പറഞ്ഞു ഭരിച്ചത് മതി, അതായത് ഭരിച്ചു മുടിച്ചത് മതി, ഇനി പാർട്ടി പറയും അത് കേട്ടാൽ മതി എന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതെ ഇങ്ങനെ വെറുതെ ഇരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അകത്തിനി എടുത്ത് ഉടുത്തോ എന്നറിയാനായിട്ട് സാധ്യമല്ല. എന്തായിരുന്നാലും അടി വേഷ കിട്ടിയല്ലേ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എല്ലാം കൂടെ എടുത്തിട്ട് അലക്കി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യെച്ചൂരിയും വിട്ടുകൊടുത്തില്ല. എല്ലാവരും ചവിട്ടുന്ന കൂട്ടത്തിൽ യെച്ചൂരിയും പോയി 2 ചവിട്ടി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, യെച്ചൂരിയെ ഇത്രയും കാലം ഒരു വിലയില്ലാതെ ഇട്ടിരിക്കുകയായിരുന്നല്ലോ. കേന്ദ്രം പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം നമുക്കല്ലേ ഉള്ളൂ, ത്രിപുരയിലും ബംഗാളിലൊന്നും ഇപ്പോൾ ഭരണമില്ലല്ലോ, അതുകൊണ്ട് ആ മൂലയിലോട്ട് മാറിയിരിക്കും എന്ന് പറഞ്ഞ് ആ ദേഷ്യം കൂടെ യെച്ചൂരിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് യെച്ചൂരി കിട്ടുന്ന ചാൻസ് ഒന്നും പാഴാക്കൂല, യെച്ചൂരി വച്ച് കീച്ചി കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അറിഞ്ഞോ അറിയാതെയോ മുഹമ്മദ് റിയാസിനുള്ള പണി കൂടെ അതിനകത്ത് ഏത് വഴിയാണ് വരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ സുജാജ് പറയുന്നത് പോലെ, എടാ കുട്ട ഏത് വഴിയടാ പണി വരുന്നത്, എനിക്ക് ദേശത്തെ വഴി അറിഞ്ഞൂടടാ എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി കാര്യങ്ങളെല്ലാം. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകനും കൂടെ കേരളത്തിലെ റോഡുകളുടെ കുഴി എണ്ണി തീർക്കാതെ കേരളത്തിലെ റോഡുകൾ, നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു ആപ്പ് ഇറക്കുമെന്ന്, ആ ആപ്പ് ഇങ്ങോട്ട് ഇറക്കി തന്നാൽ ജനങ്ങൾ ഇട്ട് തരും എവിടെയൊക്കെയാണ് കുഴിയുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് അടക്കേണ്ടത് എന്ന് ജനങ്ങളെങ്കിലും ഇട്ട് തരും. അതുകൊണ്ട് ആപ്പ്, നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഒരു ആപ്പ്, ആ ആപ്പ് ഇറക്കി തന്നാൽ നമുക്ക് വലിയ സൗകര്യമായിരുന്നു. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.